മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കും എതിരായിട്ട് ഒരു വലിയ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ കേരളത്തിൽ. മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും എന്ന് വേണ്ട, കേരളം മുഴുവനും ഈ ലഹരി വിപത്തിൻ്റെ ഭീതിയിലാണ്ട് കഴിയുമ്പോൾ എങ്ങനെയും നാടിനെ രക്ഷിക്കണം, ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെ മദ്യവിമുക്തമാക്കണം. അതിനുവേണ്ടിയുള്ള ആ പുണ്യപ്രവൃത്തിയിൽ മത, രാഷ്ട്രീയ, സാംസ്കാരിക നേതൃത്വങ്ങൾ മുഴുവനും ഇന്ന് ഒരുമിച്ച് സർക്കാരിനോടൊപ്പം ഇന്ന് ചിന്തിക്കുകയാണ്, പ്രവർത്തിക്കുകയാണ്. വിവിധ സംഘടനകൾ രൂപം കൊള്ളുകയാണ്. നമ്മുടെ നാടിനെ, നമ്മുടെ യുവത്വത്തെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ കുട്ടികൾ അവരുടെ ശ്രദ്ധയും അവരുടെ ആരോഗ്യവും അറിവുകളുമെല്ലാം തിരിക്കേണ്ടത് വായനശാലകളിലേക്കും കളിക്കളങ്ങളിലേക്കുമാണ് എന്നുള്ള ചിന്ത ഇന്ന് സാംസ്കാരിക നാട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കളിക്കളങ്ങൾ ഒരുങ്ങണം, നീന്തൽക്കുളങ്ങൾ സജ്ജമാകണം, വായനശാലകൾ സജീവമാകണം. വായിച്ചു വളരട്ടെ, അറിവ് നേടട്ടെ, അനുഭവങ്ങളും ധാരാളം അറിവുകൾ അവരുടെ ചക്രവാളങ്ങളെ വിശാലമാക്കട്ടെ. നമ്മുടെ നാടിനെ മദ്യവിമുക്തമാക്കുക. എൻ്റെ ഭവനം ദൈവിക ഭവനമാണ്, എൻ്റെ ഭവനം മദ്യവിമുക്ത ഭവനമാണ് എന്നുള്ള ചിന്ത ഓരോ വ്യക്തിയിലും തിങ്ങി നിറഞ്ഞു നിൽക്കട്ടെ. മാതൃകയാകണം, വിളക്കുകളാകണം ഓരോ കുടുംബനാഥനും ഈ കാലയളവിൽ. നമ്മുടെ ഭവനത്തിൽ ഒരു ഫംഗ്ഷൻ, ഒരു പരിപാടി നടന്നാൽ അതൊരു വിവാഹം, ആഘോഷം ആകട്ടെ, കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും പൊതുപരിപാടികളാകട്ടെ, എന്ത് പരിപാടി ഒരു വീട്ടിൽ വെച്ച് നടന്നാലും ആ വീട്ടിൽ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഞങ്ങൾ കയറ്റുകയില്ല, ഉപയോഗിക്കുകയില്ല എന്ന് ആ വീട്ടുകാർ ഒരുമിച്ച് തീരുമാനമെടുക്കട്ടെ. കുഞ്ഞുങ്ങളായിരിക്കണം അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. കുഞ്ഞുങ്ങൾ തങ്ങളുടെ ഭവനങ്ങളിൽ, അവരുടെ വീടിൻ്റെ ഭിത്തിയിൽ ഇപ്രകാരം ഒരു സ്റ്റിക്കർ ഒട്ടിക്കട്ടെ. അവർ ലഹരി വിമുക്ത പ്രവർത്തകരാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി അവർ ആ സ്റ്റിക്കറിൽ ഇപ്രകാരം ആലേഖനം ചെയ്യപ്പെടണം. എന്താണ്? എൻ്റെ ഭവനം ദൈവിക ഭവനം, എൻ്റെ ഭവനം മദ്യവിമുക്ത ഭവനം. അപ്പോൾ ആ വീട് പ്രകാശമായി മാറുകയാണ്. പീഠത്തിന്മേൽ എടുത്തു വച്ച വിളക്ക് പോലെ മറ്റുള്ളവർ കാണുമ്പോൾ ഈ വീട്ടിലേക്ക് മദ്യമോ മറ്റ് പ്രശ്നങ്ങളോ സാമൂഹിക തിന്മകളോ ഒന്നും ഇവിടെ അനുവദിക്കില്ല, അത് ഒരു ദൈവിക ഭവനമാണ് എന്നുള്ള ചിന്ത അവരിലും സമൂഹത്തിലും ചുറ്റുപാടും പ്രകാശമായിട്ട് പരക്കും. അങ്ങനെ അവരിലൂടെ, അത്തരം കുടുംബങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയുള്ള കർമ്മ പരിപാടികൾ പ്രാവർത്തികമാക്കുവാൻ